നമ്മുടെ നല്ല തന്തൂരി ചിക്കൻ നമ്മളൊരു 10-20 മിനിറ്റ് നല്ല ഓവനിൽ നല്ല ആയിട്ടുള്ള തന്തൂരി ചിക്കനാണ്. അപ്പോൾ അതാ നല്ല വായിൽ ഇങ്ങനെ വെള്ളം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, അനീസ് ഫുഡ് ടെക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ നല്ല ഒരു തന്തൂരിയാണ്, തന്തൂരി ചിക്കൻ. അപ്പോൾ തന്തൂരി ചിക്കൻ ആണ് ഇതാ നമ്മൾ 4 പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 3 ആൾ മാത്രമേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ടാണ് നമ്മൾ ഇതാ നല്ല 2 ഇതുപോലെയുള്ള 2 കാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇങ്ങനത്തെ പീസ്, 2 ഇതുപോലത്തെ പീസ്. ഇത് രണ്ടും ഒരാൾക്ക്, ഇത് രണ്ടും ഒരാൾക്ക്, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ ഇതാ കുറച്ച് ഉപ്പെടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി മുളക് പൊടിയാണ്, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് തന്തൂരി മസാല. ഇതിലെന്തൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക്, കുറച്ച് മുളക് പൊടി, പിന്നെ എണ്ണ, കുറച്ച് കളറും കൂടി ചേർത്ത് അരച്ചെടുത്ത ഒരു പേസ്റ്റാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ചിക്കനിലേക്ക് നല്ലവണ്ണം ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് ഒരു 3-4 മണിക്കൂർ അതിന് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് തന്തൂരി ആക്കി എടുക്കാം. അതായത് നമ്മളിത് ചെയ്യുന്നത് ഓവനിലാണ്. അതായത് നിങ്ങൾക്ക് തന്തൂരി അടുപ്പുണ്ടെങ്കിൽ തന്തൂരിൽ ചെയ്യാം, അല്ലെങ്കിൽ കനലിലിട്ടിട്ടാണെങ്കിൽ കനലിലിട്ടിട്ട് ചെയ്യാം. നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ കനലിലിട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കനലിൻ്റെ ചൂട് കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ല ടേസ്റ്റും അതായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇപ്പോൾ അതിനുള്ളൊരു ഫെസിലിറ്റി ഇല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഓവനിലാണ്, മൈക്രോവേവ് ഓവനിലാണ്. മൈക്രോവേവ് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചേർക്കേണ്ടത് തൈരാണ്. ഓക്കെ, തൈര് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നത് വെള്ളമാണ്. തൈര് ചേർക്കാൻ കുറച്ച് ഒരു പുളിക്ക് വേണ്ടി നമ്മുടെ നാരങ്ങ നീരും പിയാവുന്നതാണ്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ തൈരും ഇതും മാൻഡേറ്ററി ആയിട്ടൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാല കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇതിനെ മിക്സ് ചെയ്യുക. ഇതാ നമ്മുടെ ആരോഗ്യ ഫ്രിഡ്ജിൽ നിന്ന് തപ്പിയിട്ട് ഒരു ചെറിയൊരു ഡബ്ബ തൈര് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ആരോട്ടി. അപ്പോൾ നമ്മൾ ഈ തൈരും കൂടി നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കുക. ഞാൻ തൈരില്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു തൈരും കൂടി നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ശരിക്കുണ്ടല്ലോ അതൊരു മിക്സാക്കാനും അതിൻ്റെ ഒരു കൊഴുപ്പിനും പിന്നെ ഒരു ചെറിയൊരു പുളി ഇല്ലാത്ത തൈരാണ് ഉപയോഗിക്കുക. ചെറിയൊരു ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് തൈര് ഉപയോഗിക്കുന്നത്. ഇല്ലാണ്ട് തൈരിൻ്റെ പ്രത്യേകിച്ച് ഒരു ആവശ്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലേ വെള്ളമായാലും മതി ഇത് മിക്സ് ചെയ്യുന്നതിന്. ഓക്കെ, നല്ലതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ കഷ്ണത്തിലും നല്ലവണ്ണം ഈ ഒരു മസാല, ഈ തന്തൂരി മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എരിവ് അധികം ആയി കൊടുക്കാം. ഇപ്പം ഞാനൊരു മീഡിയം എരിവിലാണ് ആക്കിയിട്ടുള്ളത്. കുറച്ചുകൂടി മുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അതായത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ട് വെന്തും കിട്ടും, അതേപോലെ തന്നെ നല്ലവണ്ണം മസാല ഇറക്കി കിട്ടും. കൂടുതൽ മസാല തേച്ച് വെക്കാൻ പാടില്ല. കാരണം കൂടുതൽ മസാല തേച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മസാല വെച്ചാൽ കട്ടിയിൽ തേച്ച് വെക്കാൻ പാടില്ല. കട്ടിയിൽ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. നിങ്ങളിപ്പോൾ ഫ്രൈ ചെയ്യുന്നതാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യുന്നതാണെങ്കിലും ശരി, ഏത് ഇതിലാണെങ്കിലും ആവശ്യത്തിന് മാത്രം മസാല തേക്കുക. അത് ചെറിയ ലെയറാക്കി തേച്ച് വെക്കുക, അതാണ് പ്രധാനം. നല്ലവണ്ണം പിടിപ്പിക്കുക, പക്ഷേ ചെറിയൊരു ലെയർ രൂപത്തിൽ. എല്ലാ ചിക്കൻ പീസസിനും നല്ലവണ്ണം മസാല വരട്ടെ. കുറച്ച് മസാല ബാക്കിയായിട്ടുണ്ട്, നമ്മൾ പിന്നെ വേറെ ഇതിനും ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 ഭാഗത്താക്കി ഞാൻ ഇതിന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കുകയാണ്. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തിട്ട് നല്ല തന്തൂരിയാക്കി ഇങ്ങനെ കടിച്ച് വലിക്കാം. ഓക്കെ, അപ്പോൾ നല്ല 4 പീസസാണുള്ളത്. നമുക്കിതിനെ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം ആക്കിയതിന് ശേഷം. 5 hours later. എന്താ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ 4 ചിക്കൻ പീസസ് നല്ല മസാലയിൽ മുങ്ങി നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഓവനിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഓവനില്ല എങ്കിൽ വീട്ടിലാണെങ്കിൽ നിങ്ങൾ കനലിൽ അല്ലെങ്കിൽ ചിരട്ടയുടെ കനലിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഗ്രില്ല് വെച്ച് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചിരട്ടേൻ്റെ ചൂട് വെച്ചാൽ അത്രയും ചൂടായിരിക്കും. അപ്പോൾ അത് ഏറ്റവും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഓവനിൽ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കനലിൽ ചുട്ടെടുക്കുന്നതിനാണ് ഉണ്ടാവുക. കാരണം അത് ആ ഒരു നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നേരെ നമ്മുടെ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഓരോരോ പീസ് എടുത്തിട്ട് ഞാൻ ഇത് നമ്മുടെ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്.
ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോരോ പീസ് ഇതേപോലെ നമുക്ക് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണ് ഏത് ഭാഗത്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, തന്തൂരി പീസുകൾ അപ്പോൾ നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓവൻ തുറന്നു. ഓവൻ നമുക്ക് ഓണാക്കി കൊടുക്കാം. നമ്മുടെ ഈ പീസുകൾ നേരെ എവിടെ വെക്കാം? നമുക്ക് നമ്മുടെ ഓവനിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. നേരെ ഓവനിലോട്ടേക്ക് പോവുകയാണ്. ഞാൻ വെച്ചതിന് ശേഷം എനിക്ക് കാണിച്ചു തരാം. നേരെ ഓവനിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവനിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു ഇൻ്റർവെൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഒന്ന് ഭാഗം മറച്ചിട്ട് കൊടുത്ത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഭാഗം മറച്ചിട്ടതിന് ശേഷം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. മോഡലാണെന്ന് വെച്ചാൽ ഗ്രിൽ മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഗ്രിൽ മോഡ് കാണാൻ പറ്റും. ഗ്രിൽ മോഡലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10-20 മിനിറ്റ്സിൻ്റെ ആണ് ഫസ്റ്റ്. അതിലിടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം എണ്ണയും തടവി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ്സാണ് ആദ്യം വെക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മൊരിഞ്ഞ് വരുന്ന നമ്മുടെ തന്തൂരി ചിക്കനാണ്. ഇനി അപ്പോൾ അത് നമുക്ക് ആയിട്ടാകുമ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു വശം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഏകദേശം നല്ല ഫുള്ളായിട്ടായിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ എല്ലാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവനിൽ വെച്ച് കൊടുക്കാം. 10-20 മിനിറ്റ് നമ്മുടെ ചിക്കൻ 4 ചിക്കൻ പീസസ് നമ്മൾ നല്ല ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുള്ളതാണ്. താഴത്തുനിന്നൊക്കെ ഇങ്ങനെ എണ്ണ ചെറുതായിട്ട് ഉറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഇതിലേക്ക് മാറ്റാം. നല്ല എണ്ണ ഒലിക്കുന്ന ഇതാണ്. എടുക്കുമ്പോൾ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഇതാണ്. കാണുമ്പോൾ തന്നെ വായിൽ നമ്മുടെ നല്ല തന്തൂരി ചിക്കൻ നമ്മളൊരു 10-20 മിനിറ്റ് നല്ല ഓവനിൽ നല്ല ആയിട്ടുള്ള തന്തൂരി ചിക്കനാണ്. അപ്പോൾ അതാ നല്ല വായിൽ ഇങ്ങനെ വെള്ളം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ ചെറിയൊരു ഉള്ളി കഷ്ണം ആദ്യം എടുത്തു. അതിനുശേഷം ഗീയും ഇതൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിതൊന്ന് വായിൽ വെക്കുകയാണ്. വായിൽ പോവുകയാണ്. ഹോട്ടലിൽ നിന്നൊരു 10 ഇരട്ടി ടേസ്റ്റ് എന്ന് പറയാം. ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കുന്നതിൻ്റെ 10 ഇരട്ടി ടേസ്റ്റുള്ള തന്തൂരി ചിക്കനാണിത്. നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ്, നല്ല ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വായിൽ വെള്ളം വന്നിട്ടുണ്ടല്ലോ, പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്കിടല്ലോ ഓവൻ വേണമെന്ന് ഞാൻ പറഞ്ഞു ഒരു നിർബന്ധമില്ല. അതായത് ഓവൻ ഉണ്ടെങ്കിൽ, ഓവൻ ഇല്ലെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാൻ പറഞ്ഞു ചിരട്ടയുടെയും മറ്റേ അതിൻ്റെയൊക്കെ ചൂടുണ്ടല്ലോ, ആ ചൂടിൽ വേവുന്ന ചിക്കൻ ഉണ്ടല്ലോ, പറയണ്ട, ഒരു സംശയവും വേണ്ട, സൂപ്പറായിരിക്കും. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ 100% ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങളുടെ ഇൻബോക്സിൽ എത്തിച്ചേരുന്നതാണ്. കൂടാതെ ഒന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി നോക്കുക. അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഇമേജസും പുതിയ പുതിയ റെസിപ്പീസും എല്ലാം അവിടെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നോക്കി തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ അടുത്ത് തന്നെ കാണാം. ബൈ.